ഹലോ ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസിറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വീക്കിലി കറണ്ട് അഫയേഴ്സുകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ പൊതുവേ നമ്മുടെ ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാം വ്യക്തമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നവരായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളും അതേ പോയിന്റുകളെല്ലാം തന്നെ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിവിഷൻ സെക്ഷനായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഈ പറഞ്ഞ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ച് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചാലൊക്കെ ഓർമ്മയുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വീക്കിലി കറണ്ട് അഫയേഴ്സുകളിലൂടെയാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഒരു ആഴ്ച പഠിച്ചു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും മറ്റുമായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ മൊണാഷ് സർവകലാശാലയുടെ സഹകരണത്തോടു കൂടി തന്നെ അർബുദ ചികിത്സയ്ക്കായിട്ട് രോഗപ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ് എന്നുള്ളതാണ് അല്ലേ. ഓസ്ട്രേലിയയിലെ മൊണാഷ് സർവകലാശാലയുടെ സഹകരണത്തോടു കൂടി തന്നെ അർബുദ ചികിത്സയ്ക്കായിട്ട് രോഗപ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ചത് ഏത് സംസ്ഥാനമല്ല സ്ഥാപനമാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഏത് സ്ഥാപനമാണെന്നുള്ളതാണ്. സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IIT ബോംബെ ആണ്. ഏതാണത്? IIT ബോംബെ ആണ് അല്ലേ. ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ ഓപ്ഷനകത്ത് കാണാൻ വേണ്ടി പറ്റുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു IIT ബോംബെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കുത്തണമെന്നുള്ളത് അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയയിലെ മൊണാഷ് സർവകലാശാലയുടെ സഹകരണത്തോടു കൂടി തന്നെ അർബുദ ചികിത്സയ്ക്ക് രോഗപ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അത് IIT ബോംബെ ആണ്. ഏതാണത്? IIT ബോംബെ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് ഈ പറയുന്ന കോശങ്ങളുടെ ക്രമാതീതമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പം അത്തരത്തിൽ ഈ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു കോശം നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൻ്റെ പേരാണ് T ലിംഫോസൈറ്റുകൾ അല്ലേ. എന്താണത്? T ലിംഫോസൈറ്റുകൾ. ഈ T ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സംവിധാനമാണ് ഈ പറയുന്ന കാർട്ട് സെൽ തെറാപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ CAR T സെൽ തെറാപ്പി എന്ന് പറയും. CAR T സെൽ തെറാപ്പി, അതായത് കെമറിക് ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന സംവിധാനങ്ങളെ എന്ത് ചെയ്യുന്നത് അതിനകത്തോട് ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ എന്തിനെ മാറ്റുന്നു, ഇവർ ഈ പറയുന്ന T സെൽസിനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് T സെൽ തെറാപ്പികളിലൂടെ ലുക്കീമിയ പോലുള്ള ബ്ലഡ് ക്യാൻസറുകൾ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് നമ്മുടെ IIT ബോംബെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് കണ്ടുപിടുത്തമാണ് IIT ബോംബെ നടത്തിയിട്ടുണ്ടായിരുന്നത് ആണല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയിലെ മൊണാഷ് സർവകലാശാലയുടെ സഹായത്തോടു കൂടി തന്നെ അർബുദ ചികിത്സയ്ക്കായിട്ട് രോഗപ്രതിരോധ കോശങ്ങൾ വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, IIT ബോംബെ ആണ്. ഓക്കെ അല്ലേ. അടുത്ത എന്താണത്? പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതായിരുന്നു അല്ലേ. പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കിയതായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. പേവിഷബാധ, റാബിസ്, അനേകായിരം ജീവനുകൾ പണ്ടെടുത്തിട്ടുണ്ടായിരുന്ന ഒരു മഹാവ്യാധിയായിരുന്നു എന്തെന്ന് പറയുന്നത്, പേവിഷബാധ എന്ന് പറയുന്ന റാബിസ്. പട്ടി കടിച്ചിട്ടുണ്ടാകുന്ന ഈ പറഞ്ഞ പേവിഷബാധ നമ്മൾ ഒരുപാട് പേര് നരകയാതനം എന്നാണ് അനുഭവിച്ച് മരിച്ചിട്ടുണ്ടായിരുന്ന രോഗം തന്നെയായിരുന്നു. അതിനൊരു അറുതി വരുത്തുന്നത് 1885 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുണ്ടായിരുന്ന ലൂയിസ് പാസ്റ്റർ അതിനൊരു മരുന്ന് കണ്ടുപിടിക്കുന്നതിലൂടെയാണ്, അതിനൊരു വാക്സിൻ കണ്ടുപിടിക്കുന്നതിലൂടെയാണ്. അതുവഴി ജോസഫ് മേസൺ എന്ന് പറയുന്ന ഒരു ബാലനാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ മരുന്ന് വഴി തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം 1885 ഗ്രൗണ്ട് ബ്രേക്കിംഗ് പരീക്ഷണത്തിലൂടെ അദ്ദേഹം എന്ത് ലോകത്തെ നൽകി, ഈ പറയുന്ന റാബിസ് പോലുള്ള പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള ഒരു വാക്സിൻ അദ്ദേഹം നിർമ്മിച്ചു നൽകി ആണല്ലോ. അപ്പം ഈ പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കിയതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ സംസ്ഥാനം ഏതാണത്? ഗോവയാണ് അല്ലേ. ഏതാണത്? ഗോവയാണ്. ചെറിയ സംസ്ഥാനമാണ്, കുറച്ചാളുകളെ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഏതാണത്? ഗോവയാണ്. ഓർത്തിരിക്കുക, ഗോവയാണ്. അപ്പോൾ പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കിയതായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണത്? അത് ഗോവയാണ്. മറക്കത്തില്ലല്ലോ, ഏതാണത്? ഗോവയാണ്. അടുത്ത നോക്കാം. അടുത്ത എന്താണ്? 2020 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം. 2020 ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ആരാണത്? അത് ഈ പറയുന്ന ഞാൻ പറഞ്ഞു, ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന് പറയുന്നത് ആലോചിക്കണം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ബോൾ പറന്നു പോകണം
ആണല്ലോ. എന്താണ് ഈ പറഞ്ഞ ചീറിപ്പായണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്നത് വിങ്സ് എന്നോ ഫിന്നെന്നൊക്കെ പറഞ്ഞ് ഓർത്തിരിക്കുക. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഫിന്നലനാണ് അല്ലേ. ആരാണത്? ന്യൂസിലൻഡിൻ്റെ ഫിന്നലാണ്. ന്യൂസിലൻഡിൻ്റെ ഫിന്നലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇത്തരത്തിലൊരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പം T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം അത് ഫിന്നലനാണ്. ഓർത്തിരിക്കാറാണത് ഫിന്നലനാണ്. മറക്കത്തില്ലല്ലോ, ഫിന്നലൻ്റെ പേര് മറക്കത്തില്ലല്ലോ. സെറ്റല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത എന്താണ്? ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആരാണ്? ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആരാണ്? ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരായിരിക്കും? അത് ഒരു ചെറിയൊരു പയ്യനാണ് അല്ലേ. ഏകദേശം 10-17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയൊരു കുട്ടിയാണ് ഈ പറയുന്ന രീതിയിൽ 97ാമത് അല്ലെങ്കിൽ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ആരാണത്? നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും വ്യക്തികളൊക്കെ വലിയ വലിയ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ആളുകൾ എപ്പോഴും അവരെ ആരവത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കാറുള്ളത് അല്ലേ. ആരവത്തോടു കൂടി തന്നെ അവരെല്ലാം എന്ത് ചെയ്യും, നമ്മൾ സ്വീകരിക്കുന്നത്. ഓർത്തിരിക്കുക, ആരവ് ദെങ്കൽ അല്ലേ. ആരാണത്? ആരവ് ദെങ്കൽ. അപ്പോൾ ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ആരവ് ദെങ്കലാണ്. ആരാണത്? ആരവ് ദെങ്കലാണ്. ഓർത്തിരിക്കുമല്ലോ, ആരവ് ദെങ്കൽ. അടുത്തതോ, സംസ്ഥാനത്തെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണെന്നുള്ളതായിരുന്നു അല്ലേ. എവിടെയാണത്? സംസ്ഥാനത്തെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണത്? നിങ്ങൾ പറഞ്ഞു, ജയിൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി വടക്കായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്ന ഇടമാണ്, അല്ലെങ്കിൽ വടക്കായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്ന ഇടമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, വടകര. ഓക്കെ, ഒരു സ്ഥലത്തെ ഒഫൻഡ് ചെയ്യുന്നതല്ല, പഠിച്ചിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണത്? വടകരയിലാണ് അല്ലേ. എവിടെയാണത്? വടകരയിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. വടകര മറക്കത്തില്ലല്ലോ അല്ലേ. സംസ്ഥാനത്തെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് വടകരയിലാണല്ലോ പറഞ്ഞു. ആ പറയുന്ന കേരളത്തിലെ ആദ്യത്തെ എന്താണ് സെൻട്രൽ ജയിലിനെ കുറിച്ചും അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പഴയ ജില്ലാ ജയിലിനെ കുറിച്ചും ഓപ്പൺ ജയിലിനെ കുറിച്ചും എല്ലാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുകയാണ്. അത് വടകരയിലാണ് സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നത്. പുതിയ ആധുനിക രീതിയിൽ 1250 പരം ഈ പറയുന്ന കുറ്റവാളികളെ എന്ത് ചെയ്യുന്നത്, പാർപ്പിക്കാൻ ശേഷിയുള്ള വലിയൊരു കെട്ടിടമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യം എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. APOയ്ക്ക് വേണ്ടി പഠിക്കുന്നവരെ തീർച്ചയായിട്ടും ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വടകര. സെറ്റല്ലേ? അടുത്തത് എന്താണ്? വിശാഖപട്ടണത്ത് വെച്ച് നടക്കുന്ന ഏത് നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷമാണ് IRIS ഡീന കപ്പൽ ശ്രീലങ്കൻ തീരത്ത് സമീപം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറാൻ ഇസ്രായേൽ USA സംഘർഷം നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആക്രമണങ്ങൾ ഇങ്ങനെ നടക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട സൈനിക നടപടികൾ നടക്കുന്നതും എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആണല്ലോ. അപ്പോൾ നമ്മുടെ വിശാഖപട്ടണത്ത് വെച്ച് ഈ അടുത്തിടെ മിലാൻ എന്ന് പറഞ്ഞൊരു എക്സസൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യ മിലാൻ എന്ന് പറഞ്ഞ എക്സസൈസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആൻഡമാൻ നിക്കോബാർ പ്രദേശങ്ങളിലായിരുന്നു. എന്നാൽ പിന്നെ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവർ എങ്ങോട്ടേക്ക് മാറ്റി? വിശാഖപട്ടണത്തേക്ക് മാറ്റി. 10-25ഓളം വരുന്ന രാജ്യങ്ങളിലെ ഈ പറയുന്ന നാവികരെല്ലാം കൂടെ പങ്കെടുക്കുന്ന ഒരു വലിയ നാവിക അഭ്യാസമാണ് മിലാൻ എന്ന് പറയുന്നത്. വർഷങ്ങളായി നടന്നു വരുന്ന നാവിക അഭ്യാസം കൂടിയാണ് മിലാൻ ആണല്ലോ. ഈ മിലാൻ നാവികാഭ്യാസത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന IRIS ഡീന എന്ന് പറയുന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിനെ ഇന്ത്യൻ ഓഷ്യനിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏകദേശം 45 നോട്ടിക്കൽ മൈൽ അകലെയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും 45 നോട്ടിക്കൽ മൈൽ അകലെയായിട്ട് ഈ പറയുന്ന US സബ്മറൈൻ എന്ത് ചെയ്ത് വീഴ്ത്തി? ടോർപിഡോ വിട്ട് മുക്കി എന്നുള്ളതാണ് അല്ലേ. ടോർപിഡോ വിട്ട് മുക്കി എന്നുള്ളതാണ്. അപ്പം വിശാഖപട്ടണത്ത് നടന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഇറാന്റെ IRIS ഡീന എന്ന കപ്പൽ ശ്രീലങ്കൻ തീരത്ത് ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് മിലാനാണ് അല്ലേ. മിലാൻ എന്നുള്ളതാണ്. എല്ലാവരും ഈ പറഞ്ഞ മിൽന എന്ന് പറയും. ഹിന്ദിയിൽ മിൽന വെച്ചാൽ ഒത്തുചേരുക അല്ലേ. നമ്മുടെ കൂടെ ഒത്തുചേരാൻ വേണ്ടി വന്നവരായിരുന്നു IRIS ഡീന എന്ന് പറയുന്ന കപ്പൽ അല്ലേ. പ്രസിഡന്റിന് സല്യൂട്ട് കൊടുത്തുകൊണ്ട് മടങ്ങവേ ഇന്ത്യൻ തീരത്തിന് എന്താണ് ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് അപ്പുറമായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന US സബ്മറൈൻ ടോർപിഡോ എന്താണ് വിട്ട് മുക്കി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2-3 ഷിപ്പുകൾ, ഒരു ഷിപ്പ് ഈ പറയുന്ന രീതിയിൽ ശ്രീലങ്കയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. മറ്റൊരു ഷിപ്പ് ഇന്ത്യൻ നേവിയുടെ ഈ പറയുന്ന സദേൺ നേവൽ കമാൻഡായിട്ടുണ്ടായിരുന്ന കൊച്ചിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മിലാൻ മറക്കത്തില്ലല്ലോ അല്ലേ. അടുത്തത് എന്താണ്?
ആഗോള റാങ്കിങ്ങിൽ കുട്ടികളുടെ പൊണ്ണത്തടിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. ആഗോള റാങ്കിങ്ങിൽ കുട്ടികളുടെ പൊണ്ണത്തടിയിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോള റാങ്കിങ്ങിലാണ്. ആഗോള റാങ്കിങ്ങിൽ ഒബിസിറ്റി വണ്ണം, ഈ പറഞ്ഞ ഒബിസിറ്റി വണ്ണം എന്നുള്ളതല്ല, ഈ പറഞ്ഞ പൊണ്ണത്തടിയാണ് അല്ലേ. വണ്ണം എന്നുള്ളതല്ല, പൊണ്ണത്തടി. വണ്ണം ആർക്കുണ്ടാകും? പൊണ്ണത്തടിയാണ് ഉണ്ടാകാൻ പാടില്ലാത്തത് അല്ലേ. അപ്പോൾ ആഗോള റാങ്കിങ്ങിൽ കുട്ടികളുടെ പൊണ്ണത്തടിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ചൈനയെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. 1ാം സ്ഥാനത്ത് ചൈനയെ കാണാം അല്ലേ. 1ാം സ്ഥാനത്ത് ചൈന, 2ാം സ്ഥാനത്ത് ഇന്ത്യ, മറക്കത്തില്ലല്ലോ അല്ലേ. അപ്പൊ ആഗോള റാങ്കിങ്ങിൽ കുട്ടികളുടെ പൊണ്ണത്തടിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണത്? 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ഈ ജങ്ക് ഫുഡ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഫാറ്റ് അക്യൂമുലേഷൻ, ഈ പറയുന്ന ലോ എക്സസൈസും, അതേപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഷുഗർ പോലുള്ള ഈ പറയുന്ന ഡയബറ്റീസ്, നമ്മൾ ഈ പറയുന്ന മലയാളത്തിൽ നമ്മൾ എന്താണ് ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. പഴയ ആളുകൾ ചോദിക്കാറുണ്ട് ആ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഡയബറ്റീസ്, ചെറിയ പ്രായത്തിലെ ഡയബറ്റീസ്, ചെറിയ പ്രായത്തിലെ കൊളസ്ട്രോൾ, ചെറിയ പ്രായത്തിൽ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള എന്താണ് രോഗങ്ങൾ അല്ലെ. ഈ പറയുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനകത്ത് പെടുന്ന ഭാഗമാണ് ഈ പറയുന്ന രീതിയിൽ ഇതെന്നൊക്കെ പറയുന്നത് ആണല്ലോ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ആണല്ലോ. അപ്പം ഇതൊക്കെ കാരണമാണ് പൊതുവെ ഈ പറയുന്ന രീതിയിൽ ഒബിസിറ്റി ഉണ്ടാകാൻ കാരണം. അത് മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ എക്സസൈസ് ഇല്ലായ്മയൊക്കെ ഒരു കാരണമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം തിരഞ്ഞെടുത്ത് പഠിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആഗോള റാങ്കിങ്ങിൽ ഈ പറയുന്ന പൊണ്ണത്തടിയിൽ ഇന്ത്യയുടെ കുട്ടികളുടെ എണ്ണം എന്ന് പറയാം, ഈ പറയുന്ന ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ ആഗോള റാങ്കിങ്ങിൽ കുട്ടികളുടെ പൊണ്ണത്തടിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ചൈനയാണ് അല്ലേ. 1ാം സ്ഥാനത്ത് ചൈനയാണ്. സെറ്റല്ലേ. അടുത്ത എന്താണ്? മലയാള ഭാഷ നിർബന്ധമാക്കുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ മലയാള ഭാഷാ ബിൽ ഒപ്പുവെച്ച ഗവർണർ ആരാണ്? മലയാള ഭാഷ നിർബന്ധമാക്കുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ മലയാള ഭാഷാ ബില്ല് ഒപ്പുവെച്ച ഗവർണർ ആരാണ് എന്നുള്ളതാണ്. ഏതാണ് ആ ഗവർണർ? ഇപ്പോഴത്തെ ഗവർണർ ആരാന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇപ്പോഴത്തെ ഗവർണർ ആരാണത്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജേന്ദ്ര അർലേക്കറാണ് അല്ലേ. ആരാണത്? രാജേന്ദ്ര അർലേക്കറാണ്. തൊട്ട് മുമ്പാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനാണെന്ന് അല്ലേ. ഇപ്പോഴാരാണത്? അത് രാജേന്ദ്ര അർലേക്കറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ മലയാള ഭാഷാ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് കർണാടക പ്രദേശത്ത്, ഈ പറയുന്ന കർണാടകയായിട്ട് ബോർഡർ പങ്കിടുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലെ കുട്ടികൾ അവർ നിർബന്ധമായും മലയാളം പഠിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് കർണാടക സർക്കാർ ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മലയാള ഭാഷാ ബില്ല് ഓർത്തിരിക്കുമല്ലോ. അതിനോടൊപ്പം തന്നെ ഈ മലയാള ഭാഷാ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന ഗവർണർ ആരാന്ന് ഓർത്തിരിക്കുമല്ലോ. ആരാണത്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്, അല്ലെങ്കിൽ നമ്മുടെ അർലേക്കറാണ്. ഓക്കെ അല്ലേ. ഓക്കെ. അടുത്തത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം 2026 ഫെബ്രുവരി 24 പേരുമാറ്റത്തിന് കേന്ദ്രാനുമതി ലഭിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഫെബ്രുവരി 24 പേരുമാറ്റത്തിന് കേന്ദ്രാനുമതി ലഭിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. പേരുമാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏത് സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റിയത്? നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ പേരാണ് മാറ്റിയത്. വലിയ മാറ്റമാണെന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ കേരളത്തെ കേരളം എന്നാണ് വിളിക്കുന്നത്, എന്നാൽ വെളിയിലൊക്കെ കേരളത്തെ എന്താണ് വിളിക്കുന്നത്? കേരള എന്നാണ് വിളിക്കുന്നത് അല്ലേ. കേരള, KERALA അല്ലേ. നമ്മൾ ഈ പറയുന്ന KERALA അല്ല, ഈ പറയുന്ന കേരള എന്ന് മാത്രമാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ സ്വന്തം നമ്മളെ തന്നെ വിളിക്കുന്നത് കേരളം എന്നുള്ളതാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, എൻ്റെ ദേശം കേരളമാണ് എന്ന് നമ്മൾ പറയും ആണല്ലോ. എന്നാൽ വെളിയിലോട്ട് പോകുമ്പോൾ അവരെന്താ പറയാറുള്ളത്? അവർ കേരള എന്ന് മാത്രമേ പറയത്തുള്ളൂ. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? പേരായിട്ട് മാറ്റി. എന്താക്കി മാറ്റിയത്? കേരളമാക്കി മാറ്റി എന്നുള്ളതാണ്. കേരളമാക്കി മാറ്റി. അത്തരത്തിൽ വെസ്റ്റ് ബംഗാൾ അവരുടെ പേരെന്ന് പറയുന്നത് ബംഗാൾ എന്നുള്ളത് ഈ പറയുന്ന ബംഗ്ല എന്നുള്ള പേരിലേക്ക് മാറ്റണമെന്നുള്ള പേരിൽ അവരൊരു ഇത്തരത്തിൽ ഇതേ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആർട്ടിക്കിൾ 3 ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെസ്റ്റ് ബംഗാൾ അവരുടെ പേര് ബംഗ്ല എന്നുള്ള പേരിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബംഗ്ല എന്നുള്ള പേരിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു ഒരു രാജ്യം തന്നെ ഉണ്ടായത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തില്ല? അത് പ്രമേയം പാസ്സാക്കിയില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ മമതാ ബാനർജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ പ്രമേയം എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം പറയുന്നത് പുതുതായി സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനും സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിക്കാനും അതേപോലെ പേര് മാറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തെ ഒരു എമ്മും കൂടെ ചേർത്ത് കേരളമാക്കി മാറ്റി എന്നുള്ളതാണ് അല്ലേ. അപ്പം ഓർത്തിരിക്കുക, അനുച്ഛേദം 3 പ്രകാരം എന്ത് മാറ്റി? കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റി. അടുത്തതോ,
2026 ഫെബ്രുവരി 28 നെതർലൻഡ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണെന്നുള്ളതാണ്. 2026 ഫെബ്രുവരി 28 നെതർലൻഡ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണത്? ആരാണ്? ഏറ്റവും വേഗത്തിൽ പായുന്നവൻ, ജറ്റർ. ഓർത്തിരിക്കുക. 2028 നെതർലൻഡ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. യുവാക്കൾക്ക് എപ്പോഴും ഈ പറയുന്ന വേഗത്തിൽ സഞ്ചരിക്കാനാണ് ഇഷ്ടം, ആണല്ലോ. വേഗത്തിൽ സഞ്ചരിക്കാനാണ് ഇഷ്ടം, യുവാക്കൾക്ക് എപ്പോഴും വേഗത്തിൽ സഞ്ചരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഓർത്തിരിക്കുക, വേഗത്തിൽ സഞ്ചരിക്കുക. റോബ് ജറ്റർ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയല്ല പ്രധാനമന്ത്രിയായിട്ട്, നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയായിട്ട് എന്ത് ചെയ്യുന്നത്? നിയമിതനായിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തെന്നുള്ളത്. നിയമിതനാക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിയമിക്കണമല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണത്? അത് റോബ് ജറ്റർ ആണ്, അല്ലേ? 2026 ഫെബ്രുവരി 28 നെതർലൻഡ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയല്ല സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണത്? റോബ് ജറ്റർ ആണ്. അടുത്ത് നോക്കാം. അടുത്ത് എന്താണ്? BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാണ്? BSFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ്. ആരാണത്? ഞാൻ പറഞ്ഞു, ITBPയുടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ മുൻ DG ആയിട്ടുണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ DG ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആരാണത്? പ്രവീൺ കുമാർ, അല്ലേ? ആരാണത്? പ്രവീൺ കുമാർ അല്ലേ ഈ പറയുന്ന ITBPയുടെ ചീഫായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ITBPയുടെ DG ആയിട്ടുണ്ടായിരുന്ന അതേ പ്രവീൺ കുമാർ ഇതിനെ തന്നെയാണ് BSFന്റെ അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ DG ആയിട്ട് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്, ആണല്ലോ. അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവീൺ കുമാർ. ഒത്തിരി പേരുണ്ട്. പ്രവീൺ കുമാർ ശ്രീവാസ്തവ സെൻട്രൽ വിജിലൻസ് കമ്മീഷനുടെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരാണ് എന്ത് നമ്മൾ അന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായിരുന്നു അദ്ദേഹം. അപ്പം BSFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണത്? പ്രവീൺ കുമാറാണ്. അദ്ദേഹം തൊട്ട് മുമ്പ് ITBPയുടെ DG ആയിരുന്നു, അല്ലേ? അടുത്ത എന്താണ്? 2026 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നുള്ളതാണ്. 2026 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം മാർച്ച് 3 വന്യജീവി ദിനം എന്ന് പറയുന്നത്. ആ വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്തായിരിക്കാം? വന്യജീവികൾ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കാട് ഓർത്തിരിക്കണം. കാടുമായി ബന്ധപ്പെട്ട പഴയകാല കാടിനെയും അതേപോലെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാഖയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദത്തെ ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് തീം കിട്ടും, അല്ലെങ്കിൽ പ്രമേയം കിട്ടും. പ്രമേയം എന്ന് പറയുന്നത് ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവനം എന്നിവ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവനം എന്നിവ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് 2026 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്, അല്ലേ? ഔഷധ സുഗന്ധ സസ്യങ്ങൾ, ആരോഗ്യം, പൈതൃകം, ഉപജീവനം എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അടുത്ത എന്താണ്? കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഏതാണെന്നുള്ളതാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്താണെന്നുള്ളതാണ്. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്താണ്? ഒന്ന് ചിരിച്ചുകൊണ്ട് കാണുന്നേ. എന്താണത്? സ്മൈൽ, അല്ലേ? എന്താണത്? സ്മൈൽ എന്നുള്ളതാണ്. അതായത് 10ാം ക്ലാസ്സിലെയും +2ലേക്ക് പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ സംവിധാനമാണ് ഈ പറയുന്ന സ്മൈൽ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന സ്പെഷ്യൽ മൊഡ്യൂൾ ഫോർ റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്ന് പറയുന്നത് സ്മൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഫോം ഉണ്ടായിരുന്നു, ഫുൾ ഫോം മറന്നുപോയി. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, അത് സ്പെഷ്യൽ മൊഡ്യൂൾ ഫോർ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒന്നായിരുന്നു. ഓക്കെ, സെറ്റാക്കാം. നമുക്ക് പറഞ്ഞ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അത് ഓർത്തിട്ട് പറയാം. സ്മൈൽ എന്ന് പറയുന്നത് അതായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു സ്മൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സ്പെഷ്യൽ മൊഡ്യൂൾ ടു ഇംപ്രൂവ് അങ്ങനെയാണെന്ന് തോന്നുന്നു. സ്പെഷ്യൽ മൊഡ്യൂൾ ടു ഇംപ്രൂവ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഇൻ എക്സാംസ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറയാം സ്മൈൽ എന്നുള്ളത്. ഓക്കെ, അതെന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ,
ഇപ്പോൾ പ്രധാനമായിട്ട് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഇന്ത്യയിലെ നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായിട്ട് ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയിലെ നീതി ആയോഗിന് കീഴിൽ അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായിട്ട് ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചിട്ടുള്ള ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ത്രിപുരയാണ്. ത്രിപുരയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ത്രിപുര. ഓക്കെ. അപ്പം അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായിട്ട് ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ച ആ സംസ്ഥാനം എന്ന് പറയുന്നത് ത്രിപുരയാണ്. അപ്പം 3 അക്ഷരങ്ങളാണുള്ളത്. AIM. ഓർത്തിരിക്കുക, 3 അക്ഷരങ്ങൾ. ത്രിപുര. അടുത്ത ജോർജ് ബെന്റ്റെ രാജിവെച്ചതിനെ തുടർന്ന് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഇടക്കാല പ്രസിഡന്റ് അല്ലെങ്കിൽ CEO ആയിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ്. അല്ലേ, ആരാണത്? പറയുന്ന ജോർജ് ബെന്റ്റെ രാജിവെച്ചതിനെ തുടർന്ന് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ WEFന്റെ ഇടക്കാല പ്രസിഡന്റ് അല്ലെങ്കിൽ CEO ആയിട്ട് നിയമിതനായത് ആരാണത്? അലോയിസ് സ്വിങ്കിയാണ്. അലോയിസ് സ്വിങ്കിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അലോയിസ് സ്വിങ്കി. ഓക്കെ അല്ലേ? അടുത്ത കുട്ടികളുടെ കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷൻ പദ്ധതിയുടെ പേരെന്താണെന്നുള്ളതാണ്. കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ. കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കുക, ഏതാണത്? നേത്രം എന്നുള്ളതല്ല, ആരോഗ്യം എന്നുള്ളതല്ല. ദൃഷ്ടി എന്നുള്ളതാണ്. നിന്റെ ദൃഷ്ടി പതിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണെന്നൊക്കെ ചില ആളുകളൊക്കെ പണ്ട് പറയാറുണ്ടായിരുന്നു അല്ലേ. ദൃഷ്ടി പതിഞ്ഞാൽ തന്നെ പോയി എന്ന് പറയും അല്ലേ. പല കോമഡികളിലൊക്കെ പറയാറുള്ളതാണ് ആണല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക, ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ബന്ധപ്പെട്ട? കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഓർത്തിരിക്കുക, കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന ആയുഷ് മിഷൻ പദ്ധതി ഏതാണത്? ഓർത്തിരിക്കുക, കണ്ണെന്ന് വെച്ച് ഓർത്തിരിക്കുക, ദൃഷ്ടി എന്നുള്ളതാണ് കേട്ടോ. ദൃഷ്ടി എന്നുള്ളതാണ്. പറക്കത്തില്ലല്ലോ, ദൃഷ്ടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കുട്ടികളുടെ കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ എന്തോർക്കണം? കണ്ണെന്ന് ഓർക്കണം അല്ലേ. അപ്പോൾ ദൃഷ്ടി എന്ന് ഓർക്കണം. ഓക്കെ അല്ലേ? അടുത്ത അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV, സിഫിലിസ് എന്നീ പകരുന്ന രോഗങ്ങൾ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലേ. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV, സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആ രാജ്യം? മാർക്ക് ചെയ്ത് വെച്ചോ. പേര് ഡെൻമാർക്ക് അല്ലേ. ഡെൻമാർക്ക്. മാർക്ക് ചെയ്ത് വെച്ചോണം. ഡെൻമാർക്ക്. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV അല്ലെങ്കിൽ സിഫിലിസ് എന്നിവ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം അത് ഡെൻമാർക്കാണ് അല്ലേ. അതേപോലെ തന്നെ HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് B എന്നറിയപ്പെടുന്ന അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങൾ തടഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്ന ആദ്യ രാജ്യം എന്ന് പറയുന്നത് അത് മാൽദീവ്സ് ആയിരുന്നു. ഓക്കെ, മാൽദീവ്സ് ആയിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഫിജി എന്നോ മറ്റോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിജി അല്ല കേട്ടോ. ഓക്കെ, അത് നോട്ട് ചെയ്ത് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നത് ഫിജി എന്നാണ് പറഞ്ഞിട്ടുണ്ടായതെന്നാണ് തോന്നുന്നത്. ഫിജി അല്ല, അത് മാൽദീവ്സ് ആണ്. ഓക്കെ, മാൽദീവ്സ് ആണ്. അത് നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അത് നോട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള രോഗങ്ങൾ പകരുന്നത് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്ന WHO അംഗീകരിച്ച ആദ്യ രാജ്യം എന്ന് പറയുന്നത് മാൽദീവ്സ്. HIV, സിഫിലിസ് പോലുള്ള രോഗങ്ങൾ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരുന്നത് ഓർത്തിരിക്കുക. മാൽദീവ്സ് HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള രോഗങ്ങൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് തടഞ്ഞിട്ടുണ്ടായിരുന്ന WHO അംഗീകരിച്ച ആദ്യ രാജ്യമാണ് മാൽദീവ്സ്. HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് B ഇല്ല. ഈ 2 രോഗങ്ങൾ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരുന്നത് ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്ന WHO അംഗീകരിച്ച ആദ്യ രാജ്യം എന്ന് പറയുന്നത് ക്യൂബയാണ്. ക്യൂബയാണ്. ഇപ്പോൾ പറയുന്ന ചോദ്യം എന്തായിരുന്നു? അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV, സിഫിലിസ് എന്നീ പറഞ്ഞ രോഗങ്ങൾ പകരുന്നത് ഇല്ലാതാക്കിയ യൂറോപ്യൻ യൂണിയനിലെ, ലോകത്തിലെ അല്ല, യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ഞാൻ പറഞ്ഞു, മാർക്ക് ചെയ്ത് വെക്കുക. ഡെൻമാർക്ക്. ഓക്കെ അല്ലേ? അടുത്ത ഫെബ്രുവരി 28 ഇന്ത്യയിൽ ആചരിക്കുന്ന ദേശീയ ശാസ്ത്ര ദിനത്തിന് 2026 പ്രമേയം എന്തായിരുന്നുള്ളതാണ്. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനമാണ് അല്ലേ. അതിൻ്റെ ഈ പ്രമേയം എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, കുറേ വർഷങ്ങളായിട്ട് ഈ പ്രമേയങ്ങൾ വരുന്ന സമയങ്ങളിൽ സ്ത്രീ ശാക്തീകരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രമേയങ്ങളാണ് വരിക. അപ്പോൾ ഓർത്തിരിക്കുക, ശാസ്ത്ര രംഗത്തെ വനിതകൾ വികസിത ഭാരതത്തിൻ്റെ ചാലകശക്തി എന്നുള്ളതാണ്. ശാസ്ത്ര രംഗത്തിലെ വനിതകൾ വികസിത ഭാരതത്തിൻ്റെ ചാലകശക്തി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി 28 എന്താണത്? പറയുന്ന നാഷണൽ സയൻസ് ഡേ ആണ് അല്ലേ. ആരുടെ ഈ പറയുന്ന ദിവസമായിരിക്കും ഈ പറയുന്ന നാഷണൽ സയൻസ് ഡേ എന്ന് പറയുന്നത്? ഏത് വ്യക്തിയുടെ ഒരു സ്മരണാർത്ഥമായിരിക്കും നമ്മൾ ഈ പറയുന്ന നാഷണൽ സയൻസ് ഡേ ആചരിക്കുന്നത്?
രാമൻ്റെയാണ് അല്ലേ? രാമൻ്റെയാണ്. രാമൻ 1928 അദ്ദേഹം രാമൻ എഫക്റ്റ് കണ്ടുപിടിക്കുന്നു അല്ലേ? എന്താണ് ഇതൊരു രാമൻ എഫക്റ്റ് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് 1930 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനവും ലഭിക്കുന്നു. ഫിസിക്സിന് ആദ്യമായി ഈ ഒരു ഏഷ്യക്കാരന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ആർക്കാണത്? രാമനാണ് അല്ലേ? ആർക്കാണത്? രാമനാണ് ആണല്ലോ. അപ്പം 28 അദ്ദേഹം ഈ പറയുന്ന രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചതിനെയാണ് നമ്മൾ ഏത് ദിവസമായിട്ട് കണക്കാക്കുന്നത്? നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഫെബ്രുവരി 28 ഇന്ത്യയിലെ ശാസ്ത്രദിനം ആചരിക്കുന്നത് രാമൻ 1928 എന്ത് കണ്ടുപിടിച്ചത് കൊണ്ടാണ്? നമ്മൾ ഈ പറഞ്ഞ രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ടാണ്. അദ്ദേഹത്തിന് 30 നൊബേൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ അതിൻ്റെ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് എന്താണത്? ശാസ്ത്രരംഗത്തെ വനിതകൾ വികസിത ഭാരതത്തിന്റെ ചാലക ശക്തി എന്നുള്ളതാണ് അല്ലേ? വികസിത ഭാരതത്തിന്റെ ചാലക ശക്തി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിലെ സെമി കണ്ടക്ടർ HMP പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ രാജ്യത്ത് തന്നെ ആദ്യത്തെ സെമി കണ്ടക്ടർ HMP പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്ഥലമായിട്ടുണ്ടായിരുന്ന സാനന്ദ് ഗുജറാത്തിലാണ്. എവിടെയാണത്? സാനന്ദ് ഗുജറാത്തിലാണ്. ഓർത്തിരിക്കുക, സാനന്ദ് ഗുജറാത്ത്. അടുത്തത്, ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച ശബ്ദത്തെക്കാൾ വേഗതയുള്ള മിസൈൽ ഏതാണെന്നുള്ളതാണ്. ശബ്ദത്തെക്കാൾ വേഗതയുള്ള മിസൈൽ ഏതാണെന്നുള്ളതാണ്. ഏതാണത്? ഞാൻ പറഞ്ഞ ശബ്ദത്തെക്കാൾ വേഗത പെട്ടെന്ന് പോകും, ഷൂ എന്ന് പറഞ്ഞു പോകും. ഓർത്തിരിക്കുക, ഷീൽ മിസൈൽ. ഇതാണത് ഷീൽ മിസൈൽ. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ പറഞ്ഞ റഷ്യ ഒരു പുതിയൊരു മിസൈൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ബാലിസ്റ്റിക് മിസൈൽ, ഒരു ക്രൂസ് മിസൈൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ബ്യൂറെവെസ്റ്റിക് എന്ന് പറയുന്നത് അല്ലേ? എന്താണത്? ബ്യൂറെവെസ്റ്റിക് ക്രൂസ് മിസൈൽ അവരെന്ത് ചെയ്യുന്നു? അടുത്തിടെയാണ് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പൊസിഡോൺ എന്ന് പറയുന്ന ഒരു ടോർപീഡോ എന്ത് ചെയ്തിരുന്നു? അടുത്തിടെയാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് രണ്ടും അവർ അടുത്തിടെ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇത് രണ്ടും കൂടെ ഓർത്തിരിക്കുക. അടുത്തത്, ലോക്സഭ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായത് ആരാണെന്നുള്ളതാണ് അല്ലെ? ലോക്സഭ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാന്ന് ചോദിച്ചാൽ ആരാന്ന് പറയണം? അത് ലോക്സഭ അവകാശ ലംഘന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായത് അത് രവിശങ്കർ പ്രസാദ് ആണ്. ആർട്ടിക്കിൾ 105 പ്രകാരം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസിനോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവകാശ ലംഘന സമിതി പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്? രൂപീകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആളുകൾ അതിനകത്തോട്ട് ഈ പറയുന്ന രീതിയിൽ നോമിനേറ്റ് ചെയ്യുന്നത് സ്പീക്കർ ആയിരിക്കും, ലോക്സഭ സ്പീക്കർ ആയിരിക്കും. ഇപ്പോഴത്തെ ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർളയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അധ്യക്ഷനായിട്ട് ഇപ്പം നിയമിതനായത് ആരാണത്? രവിശങ്കർ പ്രസാദ് ആണ്. അടുത്തത് കേരളത്തിലെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ് ആ ഇരട്ട തുരങ്കപാത വരുന്നത്? എവിടെയായിരിക്കാം? എന്തായാലും ഈ പറയുന്ന ഇരട്ട തുരങ്കപാത എന്ന് പറയുമ്പോൾ മലയിടുക്കുകളിലായിരിക്കും പൊതുവെ എന്ത് ചെയ്യുന്നത്? വരുന്നത് ആണല്ലോ അല്ലേ? ചുരങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചുരം എന്ന് പറയുന്നത് താമരശ്ശേരി ചുരമാണ്. ഏതാണത്? താമരശ്ശേരി ചുരമാണ് ആണല്ലോ. താമരശ്ശേരി ചുരത്തിന് എന്താണ്? താമരശ്ശേരി ചുരം കയറിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കോഴിക്കോട് വയനാട് സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് വയനാട് എന്നീ പറയുന്ന 2 ജില്ലകൾ ബന്ധിപ്പിക്കുന്ന ഈ പറയുന്ന താമരശ്ശേരി ചുരം വഴിയിട്ടാണ് അല്ലേ? അപ്പോൾ ഇനി തുരങ്കം വരുമ്പോൾ കോഴിക്കോട് വയനാട് എത്താൻ വേണ്ടി താമരശ്ശേരി ചുരത്തിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ഈ ടണൽ വഴി നേരെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത വരുന്നത് എവിടെയാണത്? കോഴിക്കോട് വയനാട് ആണെന്നുള്ള കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതോ, കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് മലപ്പുറം ജില്ലയിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ പേരെന്താണെന്നുള്ളതാണ്. ഏതാണത്? സൈബർ കുറ്റകൃത്യങ്ങൾ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാറുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഏതാണത്? അത് ഈ പറയുന്ന ഓപ്പറേഷൻ സൈ ഹണ്ട് ആണ്. ഞാൻ പറഞ്ഞു ഓർത്തിരിക്കുക, ഓപ്പറേഷൻ സൈബർ ഹണ്ട് എന്ന് വെച്ച് ഓർത്തിരിക്കുക. ഓപ്പറേഷൻ സൈ ഹണ്ട്. ഇതാണ് ഓപ്പറേഷൻ സൈ ഹണ്ട്. മറന്നു പോകത്തില്ലല്ലോ, ഓപ്പറേഷൻ സൈ ഹണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗെയിലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ചുമതലയേറ്റിട്ടുണ്ടായിരുന്ന ആരാണ്? MD ആയിട്ട് ചുമതലയേറ്റിട്ടുണ്ടായിരുന്ന ആരാണ്? ഗെയിലിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ദീപത്തിന്റെ ഒക്കെ കൂട്ടത്തിൽ ദീപം പോലൊക്കെ ഇരിക്കുന്ന ഒരു ചിഹ്നമാണ്. ഓക്കെ, ഗെയിൽ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു ദീപം പോലൊക്കെ ഇരിക്കുന്ന ഒരു ചിഹ്നമാണ് നമ്മുടെ ഗെയിലിന്റെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദീപം പോലെ ഇരിക്കുന്നത് ഓർത്തിരിക്കുക, ദീപക് ഗുപ്ത. ഇപ്പൊ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ MD ആയിട്ട് മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റിട്ടുണ്ടായിരുന്നത് ആരാണത്? ദീപക് ഗുപ്തയാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ സന്ദീപ് കുമാർ ഗുപ്തയായിരുന്നു. ഓക്കെ അല്ലേ?
അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വരാനിരിക്കുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ AZB അക്കാഡമിയിൽ നമ്മളൊരു പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാച്ചിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയുന്നത് ഈ മാസങ്ങളിൽ വരുന്ന പരീക്ഷയ്ക്ക് സെറ്റായിട്ട് പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയും പറയുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങിയിട്ട് ഈ പറയുന്ന നിങ്ങളെ വഴി മനസ്സിലാവാതെ അതാണ് ഈ പറയുന്ന രീതിയിൽ ആശങ്കാകുലരായിട്ട് നിൽക്കുന്നവരെ കൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPs പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെ കണ്ണ് വിളിച്ച് ഇന്ത്യ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ കണ്ട ഫേസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. നിങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ.